പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ സിഹർ ഏറ്റോ എന്ന് ചോദിച്ചില്ലേ. ശരിക്കും ഈ സിഹർ പിന്നെ ആളുകൾക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ശാരീരികമായി സ്വാധീനിക്കുന്ന സിഹറല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖാല അൽഖു ഫലമ്മ അൽഖൗ സഹറു അയുനന്നാസി വസ്തർഹബൂഹും വജാഉ ബിസിഹ്റിൻ അദീം. ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കയറുകളും വടികളും എറിയാൻ പറഞ്ഞു, സിഹർ എറിയാൻ പറഞ്ഞു. അപ്പോൾ ഫലമ്മ അൽഖൗ അവരുടെ വടികളും കയറുകളും ഇട്ടു, എറിഞ്ഞു. ഫസഹറു അയുനന്നാസ്, സഹറു അയുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകളിൽ അവർ സിഹർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. വസ്തർഹബൂഹും, അത് ജനങ്ങളെ ആകെ അമ്പരപ്പിച്ചു, പേടിപ്പിച്ചു. വജാഉ ബിസിഹ്റിൻ അദീം എന്നാണ്. അപ്പോൾ ഈ സിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ഇനങ്ങളുണ്ട്. എല്ലാ സിഹറും എന്തല്ല, ഈ രോഗം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ശാരീരികമായി സ്വാധീനിക്കുന്നതല്ല. അത് വളരെ ഒരു ചെറിയ ഒരു വകുപ്പാണ് സിഹറിൽ. സിഹറിന് പല ഇനങ്ങളുണ്ട്. പിന്നെ പണ്ഡിതന്മാർ പറയും സിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാ ഖഫ വദഖ സബബുഹു, കാര്യകാരണ ബന്ധം അത് ഗോപ്യമായ മറഞ്ഞ സംഗതികൾക്കാണ് സിഹർ എന്ന് പറയാം. ശരിക്ക് സിഹർ എന്നുള്ള പ്രയോഗം തന്നെ അറിയിക്കുന്നത് അതിനാണ്. ഇപ്പം സുഹൂർ എന്ന് പറയും, സിഹർ ഇങ്ങനല്ലേ, സിഹർ സുഹൂർ ഇതേപോലെ തന്നെയല്ലേ. എന്തിന് സുഹൂർ അറിയാം, സഹൂർ സുഹൂർ. അത്താഴം കഴിക്കണതിന് സുഹൂർ അറിയാം, അത്താഴത്തിന് സഹൂർ എന്ന് പറയും അല്ലേ. അത് ആ ടൈമിലുള്ള ഭക്ഷണമാണ്. ആ ടൈമിൻ്റെ പ്രത്യേകത എന്താ, അങ്ങനെ വെട്ടൊക്കെ തെളിഞ്ഞ് പരന്നൊരവസ്ഥയിലല്ല ആ സമയം. ആ സമയത്ത് നട്ടെങ്കിൽ ഇരുട്ട് പാഞ്ഞ ഒരു ടൈമല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഇതുണ്ടല്ലോ ശ്വാസകോശത്തിന് അതിന് സിഹർ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത ബൈന സിഹ്രി വനഹ്രി, എൻ്റെ നെഹറിൻ്റെയും എൻ്റെ സിഹറിൻ്റെയും ഇടയിൽ കിടന്നാണ് റസൂലുള്ളാഹി വഫാത്തായത് എന്ന് പറയുന്നത്. ഇവിടെ സിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ശ്വസനനാളം, അതിനാണ് പറയാം സിഹർ. അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഉള്ളിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിഹർ എന്ന് പറയുന്നത്. പിന്നെ ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അബൂജഹൽ പറയുന്നുണ്ട് ഒത്തുബയോട് ഇൻതഫഖ സിഹ്റുഹു എന്ന് പറയുന്നുണ്ട്. ഒത്തുബക്ക് പേടി ബദർ യുദ്ധത്തിൽ ഒരു ഏറ്റുമുട്ട, അപ്പോൾ എങ്ങനെയെങ്കിലും പിൻവലിക്കാൻ നോക്കുന്നുണ്ട് ബദറിൻ്റെ തുടക്കത്തിൽ അബൂജഹലിനെ, ഒത്തുബ. അപ്പോൾ പിന്നെ അബൂജഹൽ ഒത്തുബനെ കുത്തിയിട്ട് പറയുന്നുണ്ട് ഇൻതഫഖ സിഹ്റുഹു എന്നാണ്. എന്താ, ഇവന് ശ്വാസം മിടിക്കുന്നുണ്ട്, പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും ഈ ഗോപ്യമായത് വ്യംഗ്യമായത് എന്നുള്ളതാണ് ഇത് ഈ സിഹറിൻ്റെ പദം തന്നെ അറിയിക്കുന്നത്. ഇതിന് ആ നിലക്ക് കുറേ ഇനങ്ങളുണ്ട്. അതിൽ ഈ പിന്നെ കൺകെട്ട്, ജാലവിദ്യ, മായാജാലം, ഇതൊക്കെ സിഹറിൽ പെട്ടതാണ്. സിഹർ പിന്നെ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ലബീദ് സിഹർ ചെയ്തത് ഈ മുഷാത്ത്, ഈ ചീർപ്പിൽ അടങ്ങിയ ചണ്ടി, അതേപോലെ തന്നെ ഈ പിന്നെ ഒരു പൂമ്പോള ഈത്തപ്പനയുടെ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ പൈശാചിക സഹായത്തിൽ ചെയ്യുന്ന സിഹറുകളുണ്ട്, മരുന്ന് ഉപയോഗിച്ച് ചെയ്യുന്ന സിഹറുകളുണ്ട്, പിന്നെ നക്ഷത്രങ്ങളെ സ്വാധീനിച്ച് ചെയ്യുന്ന സിഹറുകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ കൈയടക്കങ്ങൾ, മാസ്മരിക വേലകൾ, മാജിക് ഉണ്ടല്ലോ, അങ്ങനത്തെ പല സിഹറുകൾ പല രീതിയിലുണ്ട്. അത് ഇമാം റാസിയെ പോലുള്ളവർ, അതേപോലെ തന്നെ ചില തഫ്സീറുകളൊക്കെ അത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇനങ്ങൾ. എല്ലാ സിഹറുകൾക്ക് പോയത്തേക്ക് ഇതൊക്കെ എന്താണ്, മറ്റേ പിന്നെ ആളുടെ ശരീരത്തിൽ സ്വാധീനിക്കുന്ന സിഹറാണ് എന്ന് അതിനർത്ഥമല്ല. അത് വിചാരിച്ചിട്ട് ഇതില്ല എന്ന് പറയാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടായല്ലോ സിഹർ കൊണ്ട്. അങ്ങനത്തെ സിഹറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഹാറൂത്ത് മാറൂത്ത് എന്നിവരിൽ നിന്ന് ആളുകൾ പഠിക്കുകയാണ്. എന്താ പഠിക്കണത്, മാ യുഫർരിഖൂന ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രത തീർക്കുന്ന സിഹറിനെ. അപ്പോൾ സിഹറിന് സ്വാധീനമുണ്ട്. അങ്ങനത്തെ സിഹറും ഉണ്ട്. ആളുകൾ എല്ലാതും ഈ സിഹറാണ് എന്ന് വിശ്വസിക്കുന്നതും തെറ്റാണ്. ശരീരത്തിൽ സ്വാധീനിക്കാത്ത സിഹർ ഇല്ല എന്ന് പറയുന്നതും എന്താണ്, തെറ്റാണ്. ഇവിടെ ഈ സിഹറിൻ്റെ പ്രത്യേകത ഇത് പിന്നെ എന്താണ്, ആളുകളുടെ കൺകെട്ടുന്ന, എന്നാൽ ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന പിന്നെ സിഹറാണ് ഇവിടുത്തെ സിഹർ.